Hi, welcome to yet another intraday market analysis video on Nifty and Bank Nifty. ഇവിടെ നമ്മൾ മാർക്കറ്റിനെ പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ന്യൂസോ കമ്പനി റിസൾട്ട്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യില്ല. കാരണം ഇറ്റ് വുഡ് ഹാവ് ഓൾറെഡി റിഫ്ലക്റ്റഡ് ഇൻ ദി ചാർട്ട് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ നമ്മൾ അവരുടെ ഫുട് പ്രിന്റ്സ് പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും റീഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അതായത് പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്ന ഒരു റെസിസ്റ്റൻസ് സോണാണ്. അവിടെ നിന്നാണ് നിഫ്റ്റി ബ്രേക്ക്ഔട്ട് നടത്തിയതെന്നും ആ ഒരു റെസിസ്റ്റൻസ് സോൺ തിരിച്ച് താഴോട്ട് വരുമ്പോൾ മാർക്കറ്റിലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും എന്നതായിരുന്നു നമ്മുടെ എക്സ്പെക്ടേഷൻ. ആൻഡ് അവിടെ നിന്നാണ് ക്ലിയർ ആയിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തത്. അത് ഡെയിലി ചാർട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പാനിക് സെൽ ഓഫിന് ശേഷം ഫ്രൈഡേയിലത്തെ ക്യാൻഡിൽ ഒരു പോസിറ്റീവ് ക്യാൻഡിലാണ് സോർട്ട് ഓഫ്. ബട്ട് ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇനിയിപ്പോൾ ഈ ഒരു പോസിറ്റിവിറ്റി മേ ബി 1 or 2 days ഇങ്ങനെ പോകാനും പോസിബിളി മേ ബി ഇങ്ങനെ ഒരു ഷാർപ്പ് റിക്കവറി വന്നാൽ പോലും റൈറ്റ് നൗ ഞാൻ ഇനി ഈ മാർക്കറ്റിൽ ഇപ്പോൾ ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കത്തില്ല. റാദർ 19200 to 220 സോണിൽ പ്രീവിയസ്ലി സപ്പോർട്ട് എടുത്ത ഏരിയ ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്ത് ഇവിടെ ഒരു നെഗറ്റീവ് പ്രൈസ് ആക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് ഈ ട്രെൻഡ് കണ്ടിന്യൂവേഷന് വേണ്ടിയുള്ള ട്രേഡ് വേണം കറൻ്റ്ലി പ്ലാൻ ചെയ്യാനായിട്ട്. ഇൻ കേസ് അല്ല ഇവിടെ 2 ദിവസം കൺസോൾഡേറ്റ് ചെയ്തു അല്ലെങ്കിൽ പ്രോബ്ലി ഈ ഒരു ഹയർ ലെവലിൽ കൺസോൾഡേറ്റ് ചെയ്ത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ ഇനി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മോസ്റ്റ് ലൈക്ലി ഇവിടെ വന്നതിന് ശേഷം ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാറിയതിനു ശേഷം താഴെ വന്ന് ഇവിടെ വന്ന് ഒരു ഡബ്ല്യു പാറ്റേൺ ഫോർമേഷനിൽ മാത്രമേ നമ്മൾ എന്താണ് ഇതിനെ ഒരു ട്രെൻഡ് ചേഞ്ച് വിളിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതൊരു സ്റ്റീപ്പ് സെൽ ഓഫിന് ശേഷം ഒബ്വിയസ്ലി ഈ ഒരു ഡെഡ് ക്യാറ്റ് ബൗൺസ് എക്സ്പെക്റ്റഡ് ആണ്. ഇതാണ് നമുക്ക് ഡെയിലി ചാർട്ടിൽ കാണാൻ സാധിക്കുന്നത്. 5 മിനിറ്റിൽ നമുക്ക് എങ്ങനെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ നോക്കാം. സോ ഇൻ കേസ് മാർക്കറ്റിൽ ഇന്നൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ നമ്മൾ അറൗണ്ട് ഈ ഒരു റേഞ്ചിൽ എവിടെയെങ്കിലാണ് ഓപ്പൺ ആവുന്നെങ്കിൽ 19,000 താഴോട്ട് പിന്നെയും പോകുമ്പം ഈ എൻറ്റയർ ബയേഴ്സ് ട്രാപ്പ് ആയതിനു ശേഷം മാർക്കറ്റ് പോസിബിളി ഈ ഒരു ലോ റീടെസ്റ്റ് ചെയ്യാനും അതായത് ഇവിടുത്തെ ഒരു ഗ്യാപ്പ് ഫില്ലാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഇത്രയും റേഞ്ച് ഉള്ളത് കൊണ്ട് മേ ബി ഈ ഒരു റേഞ്ചിനകത്ത് കൺസോൾഡേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദാറ്റ് ഇസ് വൺ പോസിബിലിറ്റി. ഇൻ കേസ് ഈ ഒരു സ്വിംഗ് ബ്രീച്ച് ആയി കഴിഞ്ഞാൽ നമുക്കൊരു 18,600 ടാർഗറ്റ് വരെയെങ്കിലും മാർക്കറ്റിൽ സെൽ ഓഫ് കണ്ടിന്യൂ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് ഇസ് നിഫ്റ്റീസ് അനാലിസിസ്. അഗെയിൻ സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിലാണ്. പക്ഷേ ഈ ഒരു സോണായിരുന്നു പ്രീവിയസ്ലി മാർക്കറ്റിന്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയ. അപ്പം ഓബ്വിയസ്ലി മാർക്കറ്റ് തിരിച്ചു വരുമ്പോൾ അവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സോ ആ ഒരു സപ്പോർട്ട് എടുത്ത് ബട്ട് സ്റ്റിൽ ഒരു ബെയറിഷ് ക്യാൻഡിലായിട്ട് ക്ലോസ് ചെയ്യുന്നതാണ് വീക്ക്ലി ക്യാൻഡിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഡെയിലിയിൽ നോക്കിക്കഴിഞ്ഞാലും സെയിം സ്റ്റോറിയാണ് ഇവിടെയും. എന്താണ് മാർക്കറ്റിൽ സെൽ ഓഫ് ആയി അതിനുശേഷം ആ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബൗൺസ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൗൺസ് വന്നിട്ടുണ്ട്. സോ ഈ ഫസ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 43,000 ആണ്. അതിനുശേഷം മാർക്കറ്റിൽ ഈ ഒരു എൻറ്റയർ സോൺ 43,500 to 567 സോൺ വരെയാണ് ബാങ്ക് നിഫ്റ്റിക്ക് അപ്പർ ലെവൽസിൽ റെസിസ്റ്റൻസ് ഉള്ളത്. അല്ലെങ്കിൽ ഈ ഒരു 43,000 എവിടെന്നെങ്കിലും റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ പോസിബിളി ഈ ഒരു ട്രെൻഡ് താഴോട്ട് തന്നെ ഈ അറ്റ്ലീസ്റ്റ് ഈ ലോ ടെസ്റ്റ് ചെയ്യാനും പിന്നീട് ഫെർദർ ലോസ് നമുക്ക് പോസിബിളി കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് ഡെയിലി ക്യാൻഡിൽ. 5 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ലെവലിലാണ് ഫ്രൈഡേ ക്ലോസ് ചെയ്തത്. ഇൻ കേസ് പിന്നെയും ഇവിടെയാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ വരുവാണ്, ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ താഴെയാണ് ഓപ്പൺ ആകുമെങ്കിൽ പോസിബിളി ഈ ഒരു പ്രൈസ് ആക്ഷനിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും ഈ ലോ റീടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. റൈറ്റ്, അതാണ് 5 മിനിറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി FIDA ഡേറ്റ നോക്കാം. വെരി ഏർലി ടു സേ എനിത്തിങ് ലുക്കിംഗ് അറ്റ് ദിസ്. കാരണം അവർ ജസ്റ്റ് സ്റ്റാർട്ടഡ് ക്രിയേറ്റിംഗ് പൊസിഷൻസ് ഫോർ ദിസ് പെർട്ടിക്കുലർ മന്ത്. ഇതിനകത്ത് ഫ്രൈഡേ ആണെങ്കിൽ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ ഓബ്വിയസ്ലി മാർക്കറ്റ് അപ്പും ആയതുകൊണ്ട് ടോട്ടലി ബുള്ളിഷ് ആയിട്ടുള്ള ഡേറ്റയാണ്. ബട്ട് സ്റ്റോക്സിൽ ഇപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് ഉണ്ട്. ഇൻഡെക്സിൽ ലൈറ്റ്ലി ബെയറിഷ് ആണ്. ആൻഡ് ഈ OIയുടെ വാല്യൂ സ്ട്രോങ് ആയിട്ടുള്ള നെഗറ്റിവിറ്റിയാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. സോ റൈറ്റ് നോ മാർക്കറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബൈ ഓൺ ഡിപ്സ് ചേഞ്ച് ആയിട്ട് സെൽ ഓൺ അപ്റ്റിക് എന്നൊരു സ്ട്രക്ചറിലേക്ക് മാർക്കറ്റ് മാറിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് കറന്റ്ലി അനാലിസിസ് എന്ന് മനസ്സിലാവുന്നത്. സോ താങ്ക് യു. ട്രേഡ് സേഫ്.